ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 211. ഫേലിക്സിൻ്റെ മുമ്പാകെ ഉള്ള വിസ്താരത്തിൽ യഹൂദന്മാർ പൗലോസിനെതിരായി 3 കുറ്റാരോപണങ്ങളാണ് തെർത്തുല്യോസ് എന്ന അവരുടെ വക്കീൽ വഴിയായി ഉന്നയിച്ചത്. ഒന്ന്, ലോകമെങ്ങുമുള്ള യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്ന ഒരു ബാധ. മറ്റൊന്ന്, ഭരണകൂടത്തിൻ്റെ അനുമതിയില്ലാതെ നസ്രായ മതത്തെ നയിക്കുന്നവൻ എന്ന നിലയിൽ. പുതിയ നിയമത്തിൽ ക്രിസ്തീയ വിശ്വാസികളെ നസ്രായ മതക്കാർ എന്ന് വിളിക്കുന്ന ഏക സ്ഥാനമാണ് ഇവിടെ പറയപ്പെട്ടത്. അതായത് ഈ വാക്കിൽ നിന്നായിരിക്കാം ഈ വാക്ക് മുഖാന്തരം പിൽക്കാലത്ത് നസ്രാണികൾ എന്ന പേര് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായതെന്ന് പാരമ്പര്യം പറയപ്പെടുന്നു. പൗലോസ് ദേവാലയം അശുദ്ധമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കുറ്റം. തെർത്തുല്യോസിൻ്റെ വാദങ്ങൾ തെളിയിക്കുവാൻ സാക്ഷികളെ കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ട് യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാരെല്ലാവരും അത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സാക്ഷി നിൽക്കുകയാണ് ചെയ്തത് തെർത്തുല്യോസിൻ്റെ വാക്കുകൾക്ക്. വാദിഭാഗം വാദം കഴിഞ്ഞപ്പോൾ പൗലോസ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫേലിക്സ് പൗലോസിനോട് ആംഗ്യം കാണിച്ചു. പൗലോസ് എതിർവാദം ആരംഭിച്ചു. പൗലോസ് തൻ്റെ പ്രതിവാദത്തിൽ യഹൂദന്മാരുടെ ഒന്നാമത്തെ ആരോപണത്തെ ശക്തിയുക്തം നിഷേധിച്ചു. എന്നാൽ നസ്രായ മാർഗത്തിൻ്റെ ഒരു അനുയായിയാണ് താനെന്ന് പൗലോസ് സമ്മതിച്ചു. പൗലോസിൻ്റെ പ്രതിവാദം ഇങ്ങനെയായിരുന്നു: ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന് അറിയിക്കൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളിൽ അധികമായില്ല എന്ന് നിനക്കറിയാവുന്നതാകുന്നു. ദേവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിൻ്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു: മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പല സംവത്സരം കൂടിയിട്ട് ഞാൻ എൻ്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു. പുരുഷത്തോടു കൂടിയല്ല, കലഹത്തോടു കൂടിയുമല്ല. എന്നാൽ ആശയക്കാരായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു അവിടെ. അവർക്ക് എൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിൻ്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ല, ഞാൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എൻ്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ. പൗലോസ് കുറ്റക്കാരനല്ല എന്ന് ഫേലിക്സിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നിട്ടും യഹൂദന്മാരുടെ അപ്രീതി സമ്പാദിക്കേണ്ട എന്ന് കരുതി അവൻ കേസ് അവധിക്ക് വയ്ക്കുകയാണ് ഉണ്ടായത്. എങ്കിലും പൗലോസിനോട് ദയ കാണിക്കണമെന്ന് ശതാധിപന് കൽപ്പന കൊടുത്തു എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെ, ഫേലിക്സിന് പൗലോസിന് നിരപരാധിത്വം ബോധ്യമായി. എന്നാൽ മറ്റു കാരണങ്ങളാൽ കേസ് അവധിക്ക് വയ്ക്കുകയാണ്. കാരണം പറഞ്ഞത് ലുസിയാസ് സഹസ്രാധിപൻ്റെ മൊഴി എടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഡ്യൂട്ടിയിലുള്ള ശതാധിപന് ഫേലിക്സ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകി: ഇയാളെ തടവിൽ തന്നെ സൂക്ഷിക്കുക, കക്ഷിയോട് ദയാപുരസ്സരം ഏർപ്പെടണം, സ്നേഹിതർ സന്ദർശിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും തടയരുത്. അങ്ങനെ കേസിൻ്റെ ഒന്നാമത്തെ ഹിയറിംഗ് ഇവിടെ അവസാനിച്ചു. ഫേലിക്സ് കാണിച്ച ഔദാര്യം പൗലോസിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ കുറച്ചു എന്നുള്ളതിന് സംശയമില്ല. മാത്രമല്ല, ഈ തടവ് യെരുശലേമിലല്ല, കൈസരിൽ ആണെന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായിരുന്നു. മാത്രമല്ല, പൗലോസിനെ ശുശ്രൂഷിക്കുവാനും ആശ്വാസം പകരുവാനും അവിടെ പല വിശ്വാസികളും ഉണ്ടായിരുന്നു. അതായത് സുവിശേഷകനായ ഫിലിപ്പോസ് സകുടുംബം ഇവിടെയാണ് വസിക്കുന്നത്. കൊർന്നേല്യോസ് ഇപ്പോഴും കൈസരിൽ തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റു പല സഹോദരന്മാരും ആ തലസ്ഥാന നഗരിയിൽ പൗലോസിന് വേണ്ടി ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമായി കാണുന്നു. കൂടാതെ വൈദ്യനായ പ്രിയ ലൂക്കോസും തെസ്സലോനിക്കയിൽ നിന്നുള്ള അരിസ്തർഹോസും സഹഭദ്രായി തന്നെ ഇവിടെ പൗലോസിന് വേണ്ടി നിൽപ്പുണ്ട്. പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ചിലതൊക്കെയോ ഒരു പക്ഷേ എല്ലാം തന്നെയോ ഈ കാരാഗ്രഹവാസകാലത്ത് എഴുതിയതാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ അതിന് വേണ്ടത്ര തെളിവുകൾ ലഭ്യമല്ല. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.